ഹായ്, വലതുവശത്തെ കള്ളൻ ജിത്തു ജോസഫിന്റെ സിനിമ. തീർച്ചയായും ദൃശ്യം 3ക്ക് മുൻപ് വരുന്ന ഒരു ജിത്തു ജോസഫ് സിനിമ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമ പ്രേക്ഷകർ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഈ സിനിമയിൽ ബിജു മേനോനും അതുപോലെ ജോജോ ജോർജും മുഖ്യ വേഷം ചെയ്യുന്നു എന്നുള്ളത് പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ടത് ആവറേജിന് മുകളിലുള്ള ഒരു സിനിമയായിട്ടാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ക്രിപ്റ്റിന്റെ ഒരു പോരായ്മ തന്നെയാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ജിത്തു ജോസഫിന്റെ അല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. മറ്റൊരാളുടെ സ്ക്രിപ്റ്റാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പോരായ്മ ഈ സിനിമയ്ക്കുണ്ട്. മുൻപിറങ്ങിയ മിറാഷിനും അതേ അവസ്ഥ തന്നെയായിരുന്നു. എന്തായാലും സിനിമ മോശപ്പെട്ട സിനിമയാണ് എന്നുള്ളതല്ല, സിനിമ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം ത്രില്ലും സസ്പെൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ക്രിപ്റ്റിന്റെ പോരായ്മ തന്നെയാണ്. അഭിനേതാക്കൾ എല്ലാവരും തന്നെ മികച്ചു നിന്നു. ഈ സിനിമയിലെ നായകൻ അത് ബിജു മേനോൻ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ജോജോ ജോർജിനുമുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിൽ. അതായത് അഭിനേതാക്കൾ എല്ലാവരും മികച്ചു നിന്നു. സിനിമ നന്നായി എടുത്തു വെച്ചിട്ടുമുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിന്റെ പോരായ്മ മുഴച്ചു നിൽക്കുന്നുണ്ട്. വളരെ സ്ലോ പേസിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഓരോ ക്യാരക്ടറിനെയും ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ലാഗ് ആ സിനിമയിലുണ്ട്. ചില ആളുകൾക്ക് അത് വലിയ ബോറടി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്റർവെല്ലിന് ശേഷമാണ് പടം കുറച്ച് സ്പീഡാവുന്നത്, അന്വേഷണം എല്ലാം പുരോഗമിക്കുന്നത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ജിത്തു ജോസഫ് മാജിക് നമ്മൾ കാണാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ എന്താണ് എന്ന് നമ്മൾക്കറിയാം. അത്തരം സിറ്റുവേഷനിൽ അത് ഗംഭീരമായിട്ട് ജിത്തു ജോസഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ നമ്മളെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തായാലും വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ജിത്തു ജോസഫ് അല്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. കാരണം ജിത്തു ജോസഫ് തൻ്റെ സ്ക്രിപ്റ്റിൽ സംവിധാനം ചെയ്യുമ്പോൾ ഗംഭീരമാവാറുണ്ട്, നമ്മളെ ത്രില്ലടിപ്പിക്കാറുണ്ട്, കോരിത്തെറിപ്പിക്കാറുണ്ട്. അത്തരം സിനിമകൾ ഒരുപാടാണ്. ഇപ്പോൾ ദൃശ്യം 3 അത് ജിത്തു ജോസഫ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾക്ക് കൂടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ഗംഭീരമാണ് ഇത്തരം ത്രില്ലർ സിനിമകളിൽ. എന്തായാലും വലതുവശത്തെ കള്ളൻ എന്ന സിനിമ എനിക്ക് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി 60 ദിവസങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫിന്റെ പുതിയൊരു സിനിമ കൂടി വരുന്നു, ദൃശ്യം 3. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം ജിത്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. പ്രതീക്ഷയ്ക്കുള്ള വക ദൃശ്യം 3 ഉണ്ടാവും എന്ന് നമ്മൾക്ക് വലതുവശത്തെ കള്ളൻ കാണിച്ചു തരുന്നുണ്ട്. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ ഈ സിനിമയിൽ ഗംഭീരമാണ്. അപ്പോൾ കണ്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.